എല്ലാവർക്കും സുഖമല്ലേ? ദൈവകൃപയാൽ ഞങ്ങളും ഇവിടെ സുഖമായിട്ടിരിക്കുന്നു. പിന്നെ എൻ്റെ വിശേഷങ്ങൾ നിങ്ങൾ അറിയുന്നുണ്ടല്ലോ. ഞാൻ എപ്പോഴും പറയുന്നത് പോലെ തന്നെ വാട്സപ്പിൽ കോൺടാക്റ്റ് ഉള്ളവർ ഞാൻ വാട്സപ്പിൽ സ്റ്റാറ്റസ് ഇടുമ്പോൾ അത് കാണുന്നുണ്ട്. പിന്നെ ഇടയ്ക്കൊക്കെ ഞാനിപ്പോൾ ഷോർട്സ് അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്. പലരും എനിക്ക് മെസ്സേജ് ഇട്ട് പറയുന്നതാണ് വലിയ വീഡിയോ ഇടാൻ സമയമില്ലെന്നുണ്ടെങ്കിൽ ഷോർട്സ് ഇടൂ ചെയ്യുന്നത്. അതുകൊണ്ട് ഇടയ്ക്കൊക്കെ ഇപ്പോൾ അങ്ങനെ ഇടുന്നുണ്ട്. അത് കാണുന്നവരും ഉണ്ട് കേട്ടോ. അപ്പോൾ രാവിലെ മഴയാണ്. ഇപ്പോഴത്തെ നാട്ടിലെ കാലാവസ്ഥ നിൽക്കുന്ന നിപ്പിലാണ്. മഴയും ചൂടും ഒന്നും പ്രവചിക്കാൻ പറ്റില്ല. മഴ കാരണം ഉണ്ടായ ഒരു ദുരന്തം നമ്മൾക്ക് എല്ലാവർക്കും അറിയാം. ഒരു നാട് തന്നെ ഇല്ലാതായി. ബിസിനസ് തുടങ്ങിയതിൽ പിന്നെ ലോകത്തിന്റെ പല ഭാഗങ്ങളിലുള്ളവർ കോണ്ടാക്ട് ലിസ്റ്റിലുണ്ട്. അതിൽ ചിലരുടെയൊക്കെ ഞാൻ സ്ഥലപ്പേര് ഉൾപ്പെടെയാണ് സേവ് ചെയ്തിരുന്നത്. അപ്പോൾ വയനാടെന്ന് ഞാൻ സെർച്ച് ചെയ്ത് നോക്കിയപ്പോൾ കുറേ പേരെ കണ്ടു. അപ്പോൾ അങ്ങനെയുള്ളവർക്കൊക്കെ ഞാൻ പേഴ്സണൽ മെസ്സേജ് ഇട്ട് ചോദിച്ചിട്ടുണ്ട്. ദൈവകൃപയാൽ ഞാൻ മെസ്സേജ് ഇട്ട എല്ലാവരും സേഫായിട്ടിരിക്കുന്നു എന്നറിഞ്ഞു. എങ്കിലും എന്താണ് നമുക്കൊന്നും ചിന്തിക്കാൻ പോലും പറ്റാത്ത സംഭവങ്ങളല്ലേ നടന്നേ. അപ്പോൾ അതൊന്നും പ്രത്യേകം പറയേണ്ട ആവശ്യമില്ലല്ലോ. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഞാൻ ഇങ്ങനെയുള്ള ന്യൂസുകൾ അധികം ഒന്നും കാണാൻ ശ്രമിക്കാറില്ല. കാരണം സഹിക്കാൻ പറ്റില്ല. എങ്കിലും സ്ക്രോൾ ചെയ്ത് പോകുമ്പോൾ ചിലതൊക്കെ ഇങ്ങനെ കണ്ണിൽ പെടും. അതൊക്കെ കാണുമ്പോൾ രാത്രിയിൽ ഉറക്കം പോലും ഇല്ലായിരുന്നു കേട്ടോ. ചില കാര്യങ്ങളൊക്കെ അത് നമുക്ക് എന്താണ് ചിന്തിക്കാൻ പറ്റാത്ത കാര്യങ്ങളാണ്. അത് പോട്ടെ, അതേക്കുറിച്ച് വീണ്ടും ഞാൻ പറയുന്നില്ല. ഇത് ഞങ്ങളുടെ അടുത്ത വീട്ടിൽ നിന്ന് രാവിലെ ദിവസം ഞാനിങ്ങനെ അടുക്കളയിൽ നിന്നപ്പോൾ വായോ ഒരു കാര്യം കാണണമെങ്കിൽ എന്ന് പറഞ്ഞ് വിളിച്ചതാണ്. അടുത്ത വീട്ടിൽ ഈ ഒത്തിരി ഇനത്തിലുള്ള പട്ടികളും പൂച്ചകളും ഒക്കെ ഉണ്ട് കേട്ടോ. അതിന്റെ ബിസിനസ്സും ഉണ്ട് അവർക്ക്. ഞാനൊരു ദിവസം വീഡിയോ എടുക്കാൻ പോണോന്ന് വിചാരിച്ചു. പക്ഷെ ഇതുവരെ എനിക്ക് സമയം കിട്ടില്ല. അപ്പൊ ഇടയ്ക്കൊക്കെ ഇവളെയും കൊണ്ട് വരും. അയ്യോ കിടന്നോ? ചക്കടു നീ എടനാന്നോ എടിയാന്നോ? ടിക്കടു കുഞ്ഞു പോവാന്നോ? പോവാന്നോ ഇവിടെ നിക്കുന്നോ? ഒന്ന് പോയി നോക്കിക്കേ. അയ്യോ അയ്യോ കഷ്ടം. ഈ മനുഷ്യരെയൊക്കെ സ്നേഹം ഇതുങ്ങക്ക. മനുഷ്യനേക്കായി സ്നേഹം ഇതുങ്ങക്ക. ആന്ന് അപ്പൊ ഇങ്ങനെയുള്ള വീഡിയോസ് ഒക്കെ ഞാൻ ഷോർട്സും ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും ഒക്കെ ഇടയ്ക്കിടയ്ക്ക് ഇടാറുണ്ട് കേട്ടോ. അപ്പോൾ അതിനുശേഷം ഒരു പാക്കിങ്ങിൻ്റെ ഞാൻ പറഞ്ഞിട്ടില്ലേ, ചില വലിയ പാക്കിങ്ങുകൾക്ക് ഞാനിവിടെ കൂടെ നിൽക്കണം, ഒന്ന് ലാസ്റ്റിൽ ചെക്ക് ചെയ്യാനായിട്ട്. ഇത് നമ്മൾ കൊടുക്കുന്ന ഞാൻ ലിസ്റ്റിലൊന്നും ആഡ് ചെയ്തിട്ടില്ല കേട്ടോ. കാരണം ഒരു പ്രാവശ്യം എൻ്റെ ഈ കസ്റ്റമർ എല്ലാ വർഷവും ദുബായിൽ നിന്ന് വരുമ്പോൾ സാധനങ്ങൾ വന്നെടുക്കുന്നതാണ്. ഇപ്രാവശ്യം വരാൻ ഒട്ടും സമയമില്ലാഞ്ഞിട്ട് കൊറിയർ ചെയ്യേണ്ടി വന്നു. അങ്ങനെ ഒരു പ്രാവശ്യം കൊണ്ടുപോയതാണ് ഈ കൊതുക് തിരി. അന്ന് മുതൽ എല്ലാ പ്രാവശ്യവും 20, 30 വെച്ചൊക്കെ കൊണ്ടുപോകാറുണ്ട് കേട്ടോ. ഇപ്രാവശ്യവും 20 ഉണ്ട്. ഞാനും മുറ്റത്തൊക്കെ എന്തെങ്കിലും ജോലി ചെയ്യുമ്പോൾ ഇതൊരെണ്ണം കത്തിച്ച് വെച്ചേച്ചാണ് നിൽക്കുന്നത്. ഭയങ്കരം എന്താണ്, കൊതുക് ഏരിയയിൽ വരത്തില്ല. അരിവേപ്പിൻ്റെയാണ്. കൊച്ചു കുഞ്ഞുങ്ങൾ സാധാരണ കൊച്ചു കുഞ്ഞുങ്ങളുള്ള വീട്ടിലൊക്കെ ഇതൊക്കെ കത്തിച്ച് വെക്കാൻ ഭയങ്കര പേടിയല്ലേ. യാതൊരു ബുദ്ധിമുട്ടും ഇല്ല. ശ്വസിച്ചാലും വിമിഷ്ടമോ അങ്ങനെയുള്ള ഒരു പ്രശ്നവും ഇല്ല. നല്ല സംഭവമാണ് കേട്ടോ. ഞാൻ അതുകൊണ്ടാണ് നിൽക്കുന്നത്. ഞാൻ കൂടുതലും മുറ്റത്തുള്ള ജോലിയാണല്ലോ. അപ്പോൾ അതുണ്ട്. പിന്നെ ആയുഹീൽ 20 എടുത്തിട്ടുണ്ട്. കാല് വെടിച്ച് കീറലിന് നമ്മുടെ എലമെൻസിൻ്റെ ബെസ്റ്റ് പ്രോഡക്റ്റാണ്. ധാരാളം പേര് വിദേശത്തോട്ടാണ് ഇതൊക്കെ കൊണ്ടുവന്നത്. ആയുഹീൽ, വൂൺ ഹീലിങ്, അത് 15, 20, 25 വെച്ചൊക്കെയാണ് കൊണ്ടുവന്നത് കേട്ടോ. അപ്പോൾ ഇതിനകത്ത് ഡെയിലി ഡീടോക്സ് ഉണ്ട്, കവചപ്രാശമുണ്ട്. കപ്പ, വൂൺ ഹീലിങ്, ആയുഹീൽ എത്ര 20 ആയുഹീൽ 20, കവചപ്രാശം 2, ഡെയിലി ഡീടോക്സ് 1, 2, 6 3, 4, 5, 6 3, 4, 5, 6. ഇനി ഇതിനകത്ത് വരേണ്ടത് എന്തുവാ? അച്ചാർ അല്ലല്ല, അതാണ്ട് ബി ക്ലാസ് കൂവപ്പൊടി. എ ക്ലാസ് അല്ല, ബി ക്ലാസ്. ഇനി അച്ചാർ എടുത്ത് നോക്കട്ടെ.
അല്ല, അരിപ്പൊടി. അരിപ്പൊടി 2 കിലോ പുട്ടുപൊടി. പിന്നെ അച്ചാറ് ലെമൺ ഗാർലിക് 1 കിലോ. വൂണ്ട് ഹീലിംഗ് അറിയാമല്ലോ, സ്കിൻ സംബന്ധമായിട്ടുള്ള എല്ലാ പ്രശ്നങ്ങൾക്കും, പൊള്ളലിന്, മുറിവിന് എല്ലാത്തിനും നല്ലതാണ്. അതുപോലെ തന്നെ ഡെയിലി ഡീടോക്സ് എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിലെ വിഷാംശങ്ങളെ യൂറിനിലൂടെ പുറത്തു കളയുന്ന ഒരു സംഭവമാണത്. നമ്മുടെ ഫുഡിൽ കൂടി എന്തൊക്കെ വിഷാംശങ്ങളാണ് ഓരോ ദിവസവും ചെല്ലുന്നത്. അപ്പോൾ അതിനെയൊക്കെ ഇല്ലാതാക്കാനുള്ള അവർ 2 പേർക്ക് 3 മാസത്തേക്കുള്ള കോഴ്സാണ് 6 ബോട്ടിൽ വെച്ചിരിക്കുന്നത്. പിന്നെ അച്ചാറുകളുണ്ടായിരുന്നു. കവചപ്രാശം ധാരാളം പേര് കൊണ്ടുപോകുന്നതാണ്. ഇമ്മ്യൂണിറ്റി പവർ കൂട്ടാനായി, റെസിസ്റ്റിംഗ് പവറിന് വൺ ഓഫ് ദ ബെസ്റ്റ് പ്രോഡക്റ്റ് ആണ് ഇന്ന് മാർക്കറ്റിലുള്ളതിൽ. പച്ച നെല്ലിക്കയും കൊണ്ടുണ്ടാക്കുന്നതാണ്. ഏകദേശം 26ഓളം ഔഷധങ്ങൾ അടങ്ങിയിട്ടുള്ളതാണ്. അത് വാങ്ങിയവർക്ക് അറിയാം അതിൻ്റെ ഗുണങ്ങൾ. അതുകൊണ്ടാണ് വീണ്ടും വീണ്ടും ഇവർ മേടിക്കുന്നത്. ഇത് നമ്മുടെ വയറ് സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ, സ്കിൻ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ, അസിഡിറ്റി മാറിയവരുണ്ട്, ശരീരത്തിൽ കറുത്ത പാടുകൾ മാറിയവരുണ്ട്, പിഗ്മെന്റേഷൻ മാറിയവരുണ്ട്. പലർക്കും പല രീതിയിലാണ് ഇത് റിസൾട്ട് കിട്ടുന്നത്. അത്ര ബെസ്റ്റ് പ്രോഡക്റ്റാണ് ഈ കവചപ്രാശം എന്ന് പറയുന്നത്. അരിപ്പൊടി എന്ന് പറയുന്നത് ഞാൻ നമ്മുടെ ലിസ്റ്റിൽ ആഡ് ചെയ്യാത്തൊരു സംഭവമാണ്. പക്ഷേ ചില കസ്റ്റമേഴ്സ് ഉണ്ട് എനിക്ക്, കൂടുതലും ബാംഗ്ലൂർ, മദ്രാസ്, ഇടിയപ്പം പൊടിയും പുട്ടുപൊടിയും എനിക്ക് ഓർഡർ കിട്ടുന്നതനുസരിച്ച് ഞാൻ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അത് ഒത്തിരി ചെയ്യാൻ പറ്റില്ല, അതുകൊണ്ടാണ് ഞാൻ ലിസ്റ്റിൽ ആഡ് ചെയ്യാത്തത്. പക്ഷേ ചെയ്ത് തരാമോ എന്ന് ചോദിക്കുന്നവർക്ക് പറ്റില്ല എന്നും പറയാൻ പറ്റില്ലല്ലോ, അങ്ങനെ ചെയ്യുന്നതാണ്. വൂണ്ട് ഹീലിങ്ങിൻ്റെ പുതിയ ഒരു റിവ്യൂ എനിക്ക് വന്നത് ഇപ്പം ദുബായിൽ നിന്നൊരു ഫാമിലി വന്നപ്പോൾ കൺകുരു, ഞാൻ ഒരിക്കലും അതിനെ പ്രൊമോട്ട് ചെയ്യില്ല. കൺകുരുവിന് ഇത് നല്ലതാണെന്ന് ഒരിക്കലും പറയില്ല. പക്ഷെ എത്രയൊക്കെ ഹോസ്പിറ്റലിൽ പോയിട്ടും ഒരു മാറ്റവും ഇല്ല, ഒരു കുറവും ഇല്ലായിരുന്നു. അങ്ങനെ ഒരു പ്രാവശ്യം വെറുതെ ഒന്ന് പരീക്ഷിക്കാമെന്ന് പറഞ്ഞ് കണ്ണിൻ്റെ അകത്തല്ല, ആ മേളിൽ പോളയുടെ അവിടെ, കുരുവിൻ്റെ ആ ഡേസ്റ്റ് മേളിലായിട്ട് അത് 2 ദിവസം അപ്ലൈ ചെയ്തു. മൊത്തത്തിൽ അപ്രത്യക്ഷമായി. പിന്നെ ഇതുവരെയും വന്നിട്ടില്ലെന്ന്. അതെനിക്കൊരു പുതിയ അറിവാണ്. ഞാൻ പക്ഷേ ഒരിക്കലും അത് പ്രൊമോട്ട് ചെയ്യുന്നില്ല കേട്ടോ. കൺകുരുവിന് ഇത് ബെസ്റ്റ് ആണെന്ന് പറഞ്ഞ് ഞാൻ ഒരിക്കലും പറയില്ല. അവരൊന്ന് പരീക്ഷിച്ചു, അത് റിസൾട്ട് കിട്ടി. അതുപോലെ തന്നെ കുഴിനകത്തിനും ഇതുപോലെ ഹോസ്പിറ്റലിൽ പോയിട്ട് ഒരു മാറ്റമില്ല, ആന്റിബയോട്ടിക് കഴിച്ചിട്ട് പോലും മാറിയില്ല. അങ്ങനെയുള്ള ഒരാൾ അവിടെ ഇത് പുരട്ടിയപ്പോൾ 2-3 ദിവസം കൊണ്ട് തന്നെ നല്ല മാറ്റം വന്നു, പൂർണ്ണമായിട്ടും മാറി. നമ്മുടെ കയ്യിൽ എലമെന്റ്സിന്റെ സാധനങ്ങൾ ചിലർക്കൊക്കെ എന്താണ്, നിസ്സാരമാണ്. പക്ഷേ അതിന്റെ വാല്യൂ എന്ന് പറയുന്നുണ്ടല്ലോ, അതിന്റെ റിസൾട്ട് എന്ന് പറയുന്ന ഭയങ്കര റിസൾട്ടാണ്. എലമെന്റ്സിന്റെ എല്ലാ പ്രോഡക്റ്റുകളും വാങ്ങിച്ചവർക്ക് തീർച്ചയായിട്ടും നിങ്ങൾക്ക് അറിയാം അതേക്കുറിച്ച്. അടുത്ത വീട്ടിൽ നിന്ന് ഒരു ചക്ക കുഞ്ഞ് പീസായിരുന്നു കിട്ടിയത്. ഞാൻ എന്ത് ചെയ്ത് അതിൻ്റെ ചക്കക്കുരുവും എല്ലാം ഉൾപ്പെടെയാണ് അരിഞ്ഞിട്ടിരിക്കുന്നത് ഒന്ന് വേവിക്കാനായിട്ട്. അതിൻ്റെ അരപ്പൊക്കെ ഇട്ടു. അപ്പോൾ ചക്ക വേവിക്കുന്നതൊക്കെ ധാരാളം റെസിപ്പി പറഞ്ഞിട്ടുണ്ടല്ലോ, അതുകൊണ്ട് പിന്നെ വീണ്ടും എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമില്ല. ഇതും ഞാൻ ഷോർട്സ് ആയിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു എന്ന് തോന്നുന്നു, അതോ ഫേസ്ബുക്കിലാണോ എവിടെയാണെന്ന് ഓർക്കുന്നില്ല. ഞാനിപ്പോൾ കുടിക്കാനുള്ള വെള്ളം തിളപ്പിക്കുമ്പോൾ അതിനകത്ത് ചെമ്പരത്തിപ്പൂ ഇടാറുണ്ട്. അതിൻ്റെ ആ പൂവൺ അത് എന്താണ്, പൂമ്പൊടി ഉണ്ടല്ലോ, അതും കളയത്തില്ല, അതുപോലെ അങ്ങിടും. ഇതെല്ലാം ധാരാളം ഗുണങ്ങളുള്ളതാണ്. ഞാൻ പ്രകൃതി ചികിത്സയുടെ ഒരു ഡോക്ടർ ഇതിനെക്കുറിച്ച് പറയുന്നത് കേട്ടപ്പോഴാണ് ഇത്രയും ഗുണങ്ങളുണ്ടെന്ന് മനസ്സിലായത്. നമ്മൾ വെറുതെ കളയുന്ന സാധനങ്ങളാണ്, പക്ഷെ ഇതൊക്കെ ഭയങ്കര ഗുണങ്ങളാണ് നമുക്ക്. ചക്കയ്ക്ക് സൈഡ് ഡിഷായിട്ട് അറിയാമല്ലോ, അച്ചാർ ബിസിനസ് തുടങ്ങിയ പിന്നെ എപ്പോഴും ഇച്ചിരി തലയുടെ എന്തെങ്കിലുമൊക്കെ ഫ്രിഡ്ജിൽ കാണും. അത് കറി വെച്ചു. എപ്പോഴും എൻ്റെ എല്ലാ വ്ളോഗിലും കാണും മീൻകറി. അത് പ്രത്യേകിച്ച് ചക്കയ്ക്കും കപ്പയ്ക്കും ഒക്കെ മീൻകറി ഉണ്ടെങ്കിൽ ഏറ്റവും നല്ലതാണല്ലോ. ജോസാനെ ഉദ്ദേശിച്ചാണ് ഞാൻ മീൻകറി വെച്ചത്. എനിക്ക് ഈ ചക്കയ്ക്ക് ഏറ്റവും ഇഷ്ടം കടുമാങ്ങ അച്ചാറും മാങ്ങ ചമ്മന്തിയും. കടുമാങ്ങ ഉണ്ടെങ്കിൽ സാധാ ചമ്മന്തി ആയാലും മതി, മാങ്ങ വേണമെന്നില്ല. പക്ഷെ ഞാൻ മാങ്ങ വെച്ചാണ് ചമ്മന്തി അരച്ചതും കടുമാങ്ങയും. അത് എനിക്ക് വേണ്ടി, ജോസാന് അത്ര പ്രിയമില്ലാത്തൊരു കോമ്പിനേഷനാണ്. പക്ഷേ ഇലയിലൊക്കെ വിളമ്പി അങ്ങനെ വെച്ചപ്പോൾ ജോസാൻ പറഞ്ഞു എനിക്ക് മീൻകറി വേണ്ട, ഇത് കൂട്ടി മതിയെന്ന്. അപ്പം ഞങ്ങൾ 2 പേരും കഴിച്ചത് ചമ്മന്തിയും മാങ്ങാച്ചാറും കൂട്ടിയാണ് കേട്ടോ. വെറുതെ മീൻകറി വെച്ചതുപോലെയായി. എനിക്ക് പൊതുവെ ജോസാൻ ഇഷ്ടം മീൻകറി കൂട്ടി കഴിക്കുന്നതാണ്. പക്ഷെ എന്തോ അത് കണ്ടപ്പോൾ അങ്ങനെ കഴിക്കാൻ തോന്നിയതായിരിക്കാം. എനിക്ക് 2-3 ദിവസം കൊണ്ട് കുറേ പേര് മെസ്സേജ് ഇട്ട് ചോദിച്ചിരുന്നു, പെൻസി പലരുടെയും വീഡിയോ കൊണ്ട് യൂട്യൂബിൻ്റെ മീറ്റപ്പിൻ്റെ പെൻസിയെ വിളിച്ചില്ലേ പോയില്ലേ എന്നൊക്കെ. തീർച്ചയായിട്ടും എനിക്ക് മെയിൽ വന്നിരുന്നു. അവർ മെയിലാണ് ഇടുന്നത്. അത് അതിനകത്ത് ഫോം കാണും. നമുക്ക് താല്പര്യമുണ്ടെങ്കിൽ ആ ഫോം ഫില്ല് ചെയ്യണം. പക്ഷേ ഞാൻ ഫില്ല് ചെയ്തില്ല കേട്ടോ. കാരണം എനിക്ക് തോന്നുന്നു എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ചാനൽ മുമ്പോട്ട് പോകാതിരിക്കാൻ കുറേ തടസ്സങ്ങൾ എന്നിൽ നിന്നും ഉണ്ടായിട്ടുണ്ട്. കാര്യങ്ങൾ പറയുന്നതിന് മുമ്പ് ഇത് തേക്കലയാണ് കേട്ടോ. നിങ്ങളിങ്ങനെ കഴിച്ചിട്ടുണ്ടോ? കപ്പയോ ചക്കയോ? കൂടുതലും ചക്കയാണ് കേട്ടോ. എൻ്റെ കുഞ്ഞിലെയൊക്കെ ഇതുപോലെ വേവിച്ചിട്ട് അമ്മ തേക്കല, വാഴയില അല്ലെങ്കിൽ വട്ടയില ഉണ്ടല്ലോ,
വട്ടയിലക്കകത്താണ് കൂടുതലും. അതിൻ്റെ അന്നേരം ആ ചൂട് കപ്പയോ ചക്കയോ ഒക്കെ ആ ഇലയുടെ മണവുമായിട്ട് ചേർന്ന് അയ്യോ അന്യായ ടേസ്റ്റാണ് കേട്ടോ. ഇന്നത്തെ ഇച്ചിരി വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചാൽ പറയുകയും വേണ്ട. അപ്പോൾ ഇങ്ങനെ കഴിച്ചിട്ടുള്ളവരും ഇഷ്ടമുള്ളവരും ഒന്ന് പറയണേ. അപ്പോൾ പറഞ്ഞു വന്നത്, നമ്മൾ ചാനൽ തുടങ്ങിയത് 2014 ജൂലൈയിലാണ് കേട്ടോ. അന്ന് ഞാൻ അധികം ആക്റ്റീവ് അല്ലായിരുന്നു. പക്ഷേ 2015 ആയപ്പോഴത്തേക്ക് നല്ല രീതിയിൽ ആക്റ്റീവായിരുന്നു. എനിക്ക് തോന്നുന്നു ഒരു 1-2 വർഷം കൊണ്ട് തന്നെ നമുക്ക് 5 ലക്ഷത്തോളം സബ്സ്ക്രൈബേഴ്സുമായി. മലയാളത്തിൽ ആദ്യത്തെ പ്ലേ ബട്ടൺ കിട്ടിയതും നമ്മുടെ ചാനലിലാണ്. പക്ഷേ വീഡിയോ ഒന്നും ഞാൻ ഇട്ടിരുന്നില്ല. കിട്ടി മാസങ്ങൾക്ക് ശേഷമാണ് പ്ലേ ബട്ടൻ്റെ വീഡിയോ തന്നെ ഞാൻ നമ്മുടെ ചാനലിൽ ഇട്ടത്. അതൊക്കെ എന്താണ്, അന്നൊന്നും അതിൻ്റെ വില അറിയത്തില്ലായിരുന്നു കേട്ടോ. ഇന്നൊക്കെ അതൊക്കെ ഭയങ്കര വാല്യൂ ആണ്. അതുപോലെ തന്നെ 2016 തന്നെ, അന്ന് നമ്മുടെ കേരളത്തിൽ യൂട്യൂബേഴ്സ് അധികമില്ല. യൂട്യൂബ് മീറ്റിംഗ് കേട്ടറിവ് പോലും ഇല്ല. അന്ന് യൂട്യൂബിൻ്റെ മീറ്റിംഗ് കൂടുതലും ബോംബെയിലായിരുന്നു നടന്നുകൊണ്ടിരുന്നത്. ഈ 2016 തന്നെ, 2016 ഫാൻ ഫെസ്റ്റിന് എനിക്ക് ഇൻവിറ്റേഷൻ ഉണ്ടായിരുന്നു. 2017, 2018 3 വർഷം അടുപ്പിച്ചുണ്ടായിരുന്നു. പക്ഷേ ഈ 3 വർഷം പോവാഞ്ഞത് കൊണ്ടായിരിക്കാം പിന്നീട് അവരെന്നെ അങ്ങനെ ബോംബെയിലെ മീറ്റിങ്ങുകൾക്ക് വിളിച്ചിട്ടില്ല. പോകണമെന്നുണ്ടെങ്കിൽ ഈസി ആയിട്ട് എനിക്ക് പോകാൻ പറ്റുമായിരുന്നു കേട്ടോ. ഞാനന്ന് ബോംബെയിലായിരുന്നല്ലോ, ബാൻഡ്രയിൽ വെച്ചായിരുന്നു ഈ പ്രോഗ്രാം നടത്തിക്കൊണ്ടിരുന്നത്. അപ്പോൾ ഞാനിത് നോക്കുമ്പോൾ കൂടുതലും മലയാളത്തിൽ നിന്ന് ആരുമില്ല. ഞാൻ പറഞ്ഞില്ല, മലയാളത്തിൽ ആദ്യമായിട്ട് വിളിച്ചത് തന്നെ ആയിരിക്കാം. അതുപോലെ തന്നെ ഹിന്ദിക്കാരായിരുന്നു കൂടുതൽ. ഹിന്ദി ചാനൽ, ഞാൻ കാണുന്ന ഹിന്ദി ചാനൽസ് ധാരാളം ഉണ്ട്. അവരെല്ലാം ആ പ്രോഗ്രാമിനുണ്ട്. അപ്പോൾ ഭയങ്കര മോഡേണായിട്ടൊക്കെയുള്ള രീതി കണ്ടതുകൊണ്ട് തന്നെ ഞാൻ അങ്ങനെയുള്ള ഒരാളല്ല. ഒതുങ്ങിക്കൂടുന്ന ഒരു ക്യാരക്ടറാണ്. ഭയങ്കര മോഡേണോ സിമ്പിളായിട്ടുള്ള ഒരാളാണ്. അപ്പോൾ എന്നെപ്പോലെ ഒരാൾ അവിടെ പോയാൽ എങ്ങനെയായിരിക്കും എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ഞാൻ പോവാതിരുന്നിട്ടുള്ളത്. അപ്പോൾ ഇപ്രാവശ്യത്തെ കൊച്ചിയിലെ മീറ്റിങ്ങിനെ സംബന്ധിച്ചിടത്തോളം കൊച്ചി നല്ല ദൂരമാണ്. പക്ഷെ അങ്ങനെ പറയാനും പറ്റില്ല. കാരണം ഇതിനേക്കാളും ദൂരത്തുനിന്ന് ധാരാളം ആളുകൾ വന്നിരുന്നു കേട്ടോ. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഓരോ പ്രോഗ്രാം കഴിയുമ്പോഴും ഞാൻ മനസ്സിൽ മറ്റുള്ളവരുടെ വീഡിയോ കാണുമ്പോൾ ചിന്തിക്കും, അയ്യോ എനിക്ക് കൂടി പോകാമായിരുന്നു, നല്ലതായിരുന്നു, എല്ലാവരെയൊക്കെ ഒന്ന് കണ്ട് സഹകരിച്ചൊക്കെ വരാമായിരുന്നല്ലോ എന്ന്. ഇപ്രാവശ്യം കൊച്ചിയിലെ മീറ്റിംഗ് കഴിഞ്ഞപ്പോഴും എനിക്ക് അങ്ങനെ തന്നെ തോന്നി, ഒന്ന് പോകാമായിരുന്നു, അടുത്ത വർഷം പോകണമെന്ന്. പക്ഷെ അടുത്ത വർഷം ഇത് തന്നെയായിരിക്കും എൻ്റെ അവസ്ഥയിൽ സംഭവിക്കാൻ പോകുന്നത്. എൻ്റെ സ്വഭാവത്തിന് ഞാൻ പോവില്ല. അങ്ങനെയാണ്, എന്ത് ചെയ്യാൻ. അപ്പോൾ എനിക്ക് തോന്നുന്നു ഞാൻ കുറേ നല്ല അവസരങ്ങളെ കളഞ്ഞു. അവസരങ്ങൾ എന്താണ്, കളഞ്ഞു കുളിച്ചു എന്നൊക്കെ പറയത്തില്ലേ. അപ്പോൾ അന്ന് ആ 2016 അന്നത്തെ മീറ്റിങ്ങിനൊക്കെ പോയി വീഡിയോ ഒക്കെ എടുത്തിട്ട് അങ്ങനെ ഇരുന്നുവെങ്കിൽ എനിക്ക് തോന്നുന്നു എൻ്റെ ചാനലിന് അത് ഭയങ്കര ഒരു അസറ്റായേനെ. ഇനി പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം ആ വീഡിയോ ഒരു പ്രൂഫായിട്ട് കിടന്നേനെ. മലയാളത്തിൽ നിന്ന് ആദ്യമായിട്ട് ഫാൻ ഫെസ്റ്റിന് യൂട്യൂബിൽ നിന്നും അറ്റൻഡ് ചെയ്തയാളെന്നൊക്കെ പറഞ്ഞിട്ട്. കാരണം ഒരു ചാനലിനെ ഇപ്പോൾ വിലയിരുത്തുന്നത് അങ്ങനെയൊക്കെയാണ്. യൂട്യൂബ് മീറ്റിംഗ്സുകൾ അറ്റൻഡ് ചെയ്തിട്ടുണ്ടോ, അല്ലെന്നുണ്ടെങ്കിൽ എവിടെയൊക്കെ ഇൻവൈറ്റ് ചെയ്തു, ഏതൊക്കെ പ്രോഗ്രാമിന് പോകുന്നു. ഭയങ്കര കോമ്പറ്റീഷൻ ആണെന്നേ ഇപ്പോൾ എല്ലാ ഫീൽഡിലും ഉണ്ടല്ലോ. പക്ഷേ ഇതിലൊന്നും ഉൾപ്പെടാതെ അന്നും ഇന്നും ഒരേ രീതിയിൽ തുടർന്നു പോകുന്ന ഒരു ചാനലാണ് നമ്മുടേത്. അന്ന് തൊട്ട് ഇന്ന് വരെ എന്നെ സപ്പോർട്ട് ചെയ്യുന്നവർ എൻ്റെ കൂടെയുണ്ട്. അപ്പോൾ പലരും എനിക്കിപ്പോഴും മെസ്സേജ് ഇടാറുണ്ട്, എന്നേ മില്യൺ കഴിയേണ്ട ചാനലാണ്, എന്ത് പറ്റിയെന്നൊക്കെ ചോദിച്ചിട്ട്. അതെനിക്കും അറിയില്ല. ഇടയ്ക്ക് വെച്ച് നമ്മുടെ ചാനൽ എങ്ങനെയോ ഡൗൺ ആയിപ്പോയി. കാരണം ധാരാളം ചാനലുകൾ വന്നല്ലോ. അപ്പം പുതിയ ചാനലുകൾ വരുന്നതിനനുസരിച്ച് യൂട്യൂബ് പുതിയ ചാനലുകളെ പ്രൊമോട്ട് ചെയ്യുക, അല്ലെന്നുണ്ടെങ്കിൽ അതേ രീതിയിൽ പുതിയ ടെക്നോളജിയൊക്കെ ഉപയോഗിച്ച് നല്ല രീതിയിലൊക്കെ വീഡിയോ എടുത്ത് ഡെയിലി വീഡിയോ ഒക്കെ ഇടുവാണെങ്കിൽ യൂട്യൂബ് ഒരുപക്ഷെ നമ്മളെ പ്രൊമോട്ട് ചെയ്യുമായിരിക്കാം. അതൊക്കെയാണ് റീസൺ. അപ്പോൾ അതൊക്കെ പോട്ടെ, നമുക്ക് വിഷയത്തിലേക്ക് വരാം. കുറച്ച് പാത്രങ്ങൾ മേടിച്ചു കേട്ടോ. ചായയരിപ്പ് വേണമായിരുന്നു. കുറച്ച് കിണ്ണങ്ങൾ മേടിച്ചു. ഓൾറെഡി ഇവിടെ കിണ്ണമുണ്ട്, പക്ഷേ ഇതിൻ്റെ ഷേപ്പ് കണ്ടപ്പോൾ എനിക്ക് നല്ല ഭംഗി തോന്നി, അങ്ങനെ മേടിച്ചതാണ് കേട്ടോ. ഇവിടെ ഞങ്ങൾക്ക് 2 പേർക്കും ചോറിന് കറികൾ വേറെ പാത്രത്തിൽ എടുക്കണമെന്നില്ല, എല്ലാ സൈഡിലും മതി. ഇതിൻ്റെ വിലയല്ലെന്ന് തോന്നുന്നു, 150. അതോ ആണോ, അല്ലെന്ന് തോന്നുന്നു. കാരണം ഈ 1 കിലോ സ്റ്റീലിൻ്റെ വിലയായിരിക്കാം തോന്നുന്നു, ഓർമ്മയില്ല. ഓക്കെ. അപ്പോൾ അങ്ങനെ കിണ്ണങ്ങൾ മേടിച്ചു. ഞാൻ മീൻ കറിയാണെന്നുണ്ടെങ്കിൽ ഞാൻ പ്രത്യേകം കിണ്ണത്തിലെടുക്കും കേട്ടോ. ജോസാൻ അതുപോലും വേണ്ട, സൈഡിൽ ഒഴിച്ചാൽ മതി. പിന്നെ വേറെ ഷേപ്പിലെ ഈ 2 പാത്രം ഇതെനിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. അതിൻ്റെ ആ ഭംഗി കണ്ട് മേടിച്ചതാണ്. ചുമ്മാ നല്ല പണ്ടുള്ളവർ പറയുന്നത്, അഴകുള്ള ചക്ക ചുളയില്ലെന്ന്. ഇങ്ങനെയൊക്കെയുള്ള അവസരത്തിലാണ് അത് മനസ്സിലാവുന്നത്. കറിയൊന്നും എടുക്കാൻ പറ്റത്തില്ല. അത് കറി എടുത്തിട്ട് പിടിക്കാനൊരു ബാലൻസ് കിട്ടത്തില്ല. തോരനെടുക്കാൻ കുഴപ്പമില്ല. പിന്നെ വലിയ പാത്രങ്ങൾ, വലിയ കിണ്ണങ്ങളുണ്ടല്ലോ, ആ വലിയ ടൈപ്പ് എൻ്റെ കയ്യിൽ ഓൾറെഡി 2-3 എണ്ണം ഉണ്ട്. ഇത് യൂസ്ഫുള്ളാണ്. ഇതും എടുത്തു. എൻ്റെ വ്ളോഗ് കാണുന്നവർക്കറിയാം, ഞങ്ങൾ കൂടുതലും സ്റ്റീൽ പ്ലേറ്റിലാണ് ആഹാരങ്ങൾ കഴിക്കുന്നത് കേട്ടോ. ജോസാനാണെങ്കിലും അതാണ് ഇഷ്ടം, എനിക്കും അതാണ് ഇഷ്ടം. പിന്നെ എന്തെങ്കിലും ഗസ്റ്റുകളൊക്കെ വരുവാണെങ്കിൽ മാത്രമേ ഉള്ളൂ മറ്റുള്ള പ്ലേറ്റുകൾ എടുക്കുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ ആ പഴയ പ്ലേറ്റുകൾ യൂസ് ചെയ്യുമ്പോൾ അതിൽ 1-2 എണ്ണം ഇത്തിരി വക്ക് പൊട്ടിയതുണ്ട് കേട്ടോ. അപ്പോൾ എനിക്ക് മെസ്സേജ് കമൻറ്റ് വരാറുണ്ട്, ബെൻസി
പാത്രം മാറ്റേണ്ട സമയമായി, വക്കൊക്കെ പൊട്ടിയല്ലോ എന്ന്. ഞാനും അന്നേരമാണ് അത് ശ്രദ്ധിക്കുന്നത്. അതിന് മുമ്പ് അത്ര സീരിയസ് ആയിട്ട് എടുത്തിട്ടില്ല അതിനെ. അപ്പോൾ എന്തായാലും ഇനി ആരും കളിയാക്കരുത് കേട്ടോ. നമ്മൾ പാത്രം മേടിച്ചിട്ടുണ്ട്, 3 പ്ലേറ്റുകൾ മേടിച്ചു. പക്ഷേ ഇതിൻ്റെ പ്രശ്നം ഇപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഓവനകത്ത് ഇത് വെക്കാൻ പറ്റത്തില്ല. ചോറൊക്കെ ഒരുമിച്ച് വെച്ച് ചോറും കൂട്ടാനും ഒക്കെ ഉച്ചയ്ക്ക് ഞങ്ങൾ പാത്രത്തിലെടുത്ത് അതുപോലെ ഓവനിൽ വെച്ചാണ് ചൂടാക്കുന്നത്. സാധാരണ സ്റ്റീൽ പാത്രങ്ങൾ ഓവനിൽ വെക്കല്ലെന്ന് പറയും, പക്ഷേ ഞാൻ വെച്ച് ചൂടാക്കാറുണ്ട് കേട്ടോ. പക്ഷേ ഇപ്പം അതും പറ്റുന്നില്ല, ഈ പ്ലേറ്റ് ആ ഓവനകത്ത് ഇരിക്കത്തില്ല. അപ്പോൾ ഇതിൻ്റെയൊക്കെ സ്റ്റിക്കർ മാറ്റാൻ നിങ്ങൾക്കൊക്കെ അറിയാമോ എന്നറിയില്ല. നമ്മൾ സാധാരണ അതുപോലെ അങ്ങ് വലിച്ചു കീറി വെക്കുകയാണ് പതിവ്. പക്ഷേ അങ്ങനെ ചെയ്യുന്നതിനേക്കാളും എളുപ്പം ചെറു തീയിൽ സ്റ്റൗവിൽ നമ്മുടെ ഗ്യാസ് അടുപ്പിൽ ആ പാത്രം ഒന്ന് വെച്ചിട്ട് ചെറുതായിട്ട് ചൂടാവുമ്പോൾ ആ സ്റ്റിക്കറിങ് വലിച്ചെടുത്താൽ മതി. അതിൻ്റെ പശ അന്നേരം വിട്ട് വരും. ചിലതൊന്ന് ചൂടാകുമ്പോഴേ കണ്ടോ ഇനി പൊന്തി വരുന്നത്, അങ്ങനെ വരും. പിന്നെ തേച്ചൊരച്ച് കഴുകാൻ എളുപ്പമാണ്. ഞാൻ ആദ്യമൊക്കെ ചെയ്യുന്നത് അല്ലാതെ തന്നെ വലിച്ച് കീറി സ്ക്രബ് ഇട്ട് ഉരച്ച്, ഓൾറെഡി പുതിയതായിട്ടുള്ള പാത്രങ്ങൾ തന്നെ അതിനകത്ത് സ്ക്രാച്ചസും വരും. അങ്ങനെയായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷേ അതിൻ്റെ ആവശ്യമില്ല, ഇങ്ങനെ ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായെന്നാണ് എൻ്റെ വിശ്വാസം. ഇന്നത്തെ വീഡിയോയിൽ കുറേ കാര്യങ്ങൾ പറഞ്ഞു. ഇടയ്ക്കൊക്കെ ഇങ്ങനെ എന്തെങ്കിലും വിശേഷമൊക്കെ പറയാനായിട്ട് വരാം കേട്ടോ. ഞാൻ ഷോർട്സ് ഇടുന്നുണ്ട്, നിങ്ങളതൊന്ന് ശ്രദ്ധിച്ചാൽ മതി. ഫേസ്ബുക്കിലും ഇപ്പോൾ വീഡിയോകളൊക്കെ ഇട്ട് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ പുതിയ വീഡിയോയുമായിട്ട് ഉടനെ വരാമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അടുത്ത വീഡിയോയുമായി വരാം. ബൈ, ഗോഡ് ബ്ലസ് യു.